രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. യുവതികളുടെ മൊഴി രേഖപ്പെടുത്താൻ നീക്കം. ഗർഭഛിദ്രം നടത്തിയ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലും വിദഗ്ധ പരിശോധന നടത്തുന്നു. ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ ഏതുവരെ എത്തി നിൽക്കുകയാണ്? ഇനിയുള്ള തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും? ഈ കേസിൽ ഇപ്പോൾ പ്രധാനമായും ഉള്ളത് ശാസ്ത്രീയ തെളിവുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിലും ഉപരിയായിട്ടുള്ള കാര്യം ഇരകളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയും ഇരകൾ മൊഴി നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പക്ഷേ ക്രൈംബ്രാഞ്ച് അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം 2 ഗർഭചിത്രങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നത്. അതിൻ്റെ ചില ആശുപത്രി രേഖകളും ക്രൈംബ്രാഞ്ച് ഇതിനകം സംഘടിപ്പിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിലിപ്പോൾ പ്രധാന തെളിവായി നിലവിലുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശബ്ദ സംഭാഷണം തന്നെയാണ്. പീഡനത്തിന് ഇരയായ യുവതിയുമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നത്. പുറത്തു വന്നത് താനല്ല സംസാരിക്കുന്നത് എന്ന് ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ കഴിഞ്ഞില്ല. അത്രയും പ്രധാനപ്പെട്ട തെളിവാണ്. മാത്രമല്ല ഇതിന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. കേസിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് സംസാരിച്ചത് എന്നുള്ളത്. ഇത് കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനം മറ്റ് രേഖകളും തെളിവുകളുമാണ്. സ്വാഭാവികമായും വാട്സപ്പ് ചാറ്റുകളും ടെലിഗ്രാം ചാറ്റുകളും ഈ ശബ്ദ സംഭാഷണം പോലെ തന്നെ തെളിവുകളുമാണ്. അതിലും പ്രധാനപ്പെട്ടത് ഇരകളുടെ മൊഴി തന്നെയാണ്. ഇരകൾ മൊഴി കൊടുക്കാൻ എത്രത്തോളം വില്ലിംഗ് ആവും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴും പരിശോധിക്കുന്നത്. മാത്രമല്ല ഇതിൽ നിരവധി പരാതിക്കാരുണ്ട്. പക്ഷേ ആ പരാതിക്കാരൊന്നും നേരിട്ടുള്ളവരല്ല, അതായത് ഇതിന് ഇരയായവരല്ല. അവരെല്ലാം മൂന്നാം കക്ഷികളായിട്ടുള്ള പരാതിക്കാരാണ്. അത്തരം പരാതിക്കാരുടെ മൊഴികൾ ശേഖരിക്കുക, അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പുറത്തുവിട്ട ശബ്ദ സംഭാഷണങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ, ടെലഗ്രാം ചാറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടെത്തുക. അതിനൊപ്പമാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഒരു നിർണായക നീക്കം നടത്തിയതിൻ്റെ ഭാഗമായി 2 ഗർഭചിത്രം നടന്നതിൻ്റെ രേഖകൾ ക്രൈംബ്രാഞ്ചിലേക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതിൻ്റെ ആശുപത്രി ജീവനക്കാരുടെ മൊഴിയെടുക്കും, അതിൽ സഹായിച്ചവരുടെ മൊഴിയെടുക്കും. സ്വാഭാവികമായി അത് ചെയ്ത ആൾ എന്ന നിലയിൽ അവരുടെ മൊഴിയെടുക്കാനുള്ള ഒരു അവകാശം ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നാണ് കരുതുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉന്നയിച്ച പരാതിയുള്ള സ്ത്രീകളുടെ മൊഴിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും ഈ അന്വേഷണ പരിധിയിലേക്ക് വരില്ലേ? ഉറപ്പായും അത് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ച യുവനടി ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടവർ, അവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തും എന്ന കാര്യം ഉറപ്പാണ്. ഇത് ഈ കേസിൽ ഏറെ പ്രധാനപ്പെട്ടതുമാണ്. നേരത്തെ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിന് അറിയാമായിരുന്നു ഇരകൾ ഇനിയിപ്പോൾ വന്ന് നേരിട്ട് മൊഴി നൽകിയില്ലെങ്കിൽ പോലും ഇത് കേസുമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഇതിലുണ്ട് എന്നുള്ളതാണ്. മറ്റ് തെളിവുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അത് പ്രധാനമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തക ഇത് സംബന്ധിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അങ്ങനെ ഒരു ഇരയുണ്ട് എന്നും അവരേത് ശാരീരിക അവസ്ഥയിലൂടെയാണ്, മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നതും ഫേസ്ബുക്ക് പോസ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായി ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ലക്ഷ്മി പത്മയെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. മറ്റ് 3 മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നുണ്ട്. ഇതിൽ ചില കാര്യങ്ങളുള്ളത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാനുള്ള ചില ആളുകളുടെ മൊഴികളും ചില ആളുകൾ സഹായിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള അന്വേഷണത്തിലേക്ക് ആ കാര്യങ്ങൾ കൂടി വരും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഇരകൾ നേരിട്ട് മൊഴി നൽകിയില്ലെങ്കിൽ പോലും ഈ കേസ് സജീവമായി കൊണ്ടുപോകാനുള്ള എവിഡൻസ് ക്രൈംബ്രാഞ്ചിന് കിട്ടും എന്ന ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. ആ രീതിയിൽ വളരെ അടുക്കും ചിട്ടയുള്ള അന്വേഷണമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ക്രൈംബ്രാഞ്ച് നീങ്ങിയിരിക്കുന്നത്. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.